അമ്മോ അവളുടെ കല്യാണായ നീ നിന്റെ കല്യാണായിട്ട് നീ എന്നെ വിളിച്ചില്ലല്ലേ? നിന്നെ തന്നെ വിളിക്കണം മോയന്റെ. സ്പോട്ട് റിപ്ലൈ അതിനോട് കണ്ടിട്ടില്ലല്ലോ. സാഞ്ചു നീയായിരുന്നാ? മനസ്സിലായ? ആ കൂട്ടുകാരി കല്യാണം വിളിച്ചില്ല, എന്നിട്ട് ചോദിച്ചപ്പോ മോയന്തെന്ന് ഞാൻ തെറി വിളിക്കാതൊക്കെ ആയിരുന്നു. അന്ന് കണ്ട കുട്ടിയല്ലേ? പേരെന്തായിരുന്നു? അതപ്പണ്ടായി. അല്ല ഞാൻ അങ്ങനെ പെൺപിള്ളേരെ അങ്ങനെ ശ്രദ്ധിക്കാത്തോണ്ടേ പേരും മറന്നു. ചേട്ടാ എന്റെ പേര് ഹരിത. നമ്മൾ ഒരുമിച്ച് ഒരു ട്യൂഷൻ ക്ലാസ്സിൽ പഠിക്കുന്നായിരുന്നു. എനിക്ക് മനസ്സിലായി. അതെ ഏത് ട്യൂഷൻ ക്ലാസ്സിലായിരുന്നു? പക്ഷേ ബെസ്റ്റ് തൊള്ളിടും അങ്ങോട്ട്. ഞാൻ പഠിക്കുന്ന സമയത്തേ വലിയ ഓർമ്മ നിക്കാറില്ലേ ചേട്ടന്? ഇപ്പോഴും വലിയ മാറ്റമൊന്നും ഇല്ലല്ലേ? ഹരിത അല്ല ഹരിതേ എന്നെ ഓർത്ത് വയ്ക്കാൻ എന്താ കാരണം? ഞാൻ നിന്റെ വലുത് നോക്കി എഴുതിയില്ല. നോക്കി എഴുതിട്ട് വലിയ കാര്യം ഉണ്ടായില്ല, എല്ലാത്തിലും തോറ്റു. ചേട്ടൻ ഉള്ളപ്പോഴേ ട്യൂഷൻ ക്ലാസ്സിൽ ഭയങ്കര എന്റർടൈൻമെന്റ് ഒക്കെ ആയിരുന്നു. ചേട്ടൻ ഇല്ലെങ്കിൽ ഭയങ്കര പഠിപ്പും കൂടാ. പിന്നെ ചേട്ടൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ക്ലാസ്സിലേക്കൊക്കെ വരാം. പിന്നെ ചേട്ടനൊരു കാര്യം അറിയോ, ഞങ്ങളുടെ പിള്ളേരുടെ ഇടയിൽ തന്നെ ചേട്ടന് ഭയങ്കര ഫാൻ ബേസ് ഒക്കെ ഉണ്ട്. ഹരിത വേണമെങ്കിൽ ഇനി എന്നെ തള്ളിയിട്ടോ വേണമെങ്കിൽ. എന്നിട്ട് എന്ന് എനിക്ക് അടിയിട്ടില്ലായിരുന്നല്ലോ, അത് കണ്ടിട്ടാണ് അത്ര വലിയ എന്റർടൈൻമെന്റ്. എങ്കപ്പാത്താലും നീ ഇവൻ എൻ്റെ പ്രണയത്തിലൊരാപ്പാവും തോന്നുന്നുണ്ട്. എന്നിട്ട് ഇത്ര തോന്നിക്കാളെ ഇവനെങ്ങാനും സെറ്റാക്കുവാണ്. ഇല്ല, ഫ്രണ്ടായിരിക്കും. കാലത്ത് തന്നെ എന്തിനാ വെറുതെ നെക്കടിക്കണേ? കൂൾ. ചേട്ടൻ ഇപ്പോഴും ഓർമ്മയില്ല? കാലത്തന്നെ നിക്കണ്ടല്ലേ? അതാരാ? അതഞ്ചു. നീ ഏതാ? ഞാൻ ഒരു കൂട്ടുകാരൻ ജിഞ്ചു. അവളുടെ ഫ്രണ്ട് അത് കണ്ടില്ലേ? സൈഡിലല്ലേ നിൽക്കണം. എന്നാലേ നീ പോയിട്ട് അവൻ്റെ അടുത്ത് പറ അവളെ വേഗം ഇങ്ങോട്ട് വിടാൻ. ഒരു മണിക്കൂറായി മനുഷ്യനോട് കാത്തുക്കാൻ തുടങ്ങിയിട്ട്. കൈമടക്കാരൻ്റെ വരും. കൈമടക്കി തന്നെ നന്നാ മതി. റോളാണോ? ഞാൻ പറഞ്ഞ അവനെ അവളെ സെറ്റാക്കും. വേണ്ട എന്റെ സ്വഭാവം അറിയില്ല നിനക്ക്. ഒന്ന് പോയി പറഞ്ഞിട്ട് പ്ലീസ് പോ. ചെല്ലു ചെല്ലു. അപേക്ഷയാണോ? അപേക്ഷയായിട്ട് വിചാരിച്ചു. അപേക്ഷയാണോ ചിന്തം കേൾക്കും. എടാ സഞ്ജു